വെൽക്കം ബാക്ക് അവർ ചാനൽ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 10ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇനി അടുത്ത മിഡ് ടേം എക്സാമിന് ഓഗസ്റ്റ് 10ാം തീയതി നടക്കാൻ പോകുന്ന മിഡ് ടേം എക്സാമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് നോട്ട്സ് ആണെന്ന് പറയാൻ പോകുന്നത്. ടൂട്ടാ പഹിയ, അയാം കലാം കെ ബഹാനെ, ഈ 2 ചാപ്റ്ററിൽ നിന്നും വരാവുന്ന എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ടൂട്ടാ പഹിയയിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. നിങ്ങൾക്ക് എക്സാമിന് കുറച്ച് വരികൾ തരും. കവിതാംശ പഠിക്കർ പ്രശ്നോംക്ക് ഉത്തർ ലിഖി, തന്നിട്ടുള്ള വരികൾ, ഈ കവിതയിലെ കുറച്ച് വരികൾ തന്നിട്ട് താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ലൽക്കാർന ശബ്ദ കെ ലിയെ കവിതാ സെ സമാനാർത്ഥ ശബ്ദ ചുൻകർ ലിഖി. ലൽക്കാർന എന്ന വാക്കിനു പകരം കവിതയിൽ നിന്ന് വരുന്ന സമാനാർത്ഥ ശബ്ദ ചുൻകർ ലിഖി, തിരഞ്ഞെടുത്ത് എഴുതാൻ. ആൻസർ ചുനൗത്തി ദേന. നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ ബാക്കിൽ, ഓരോ പാഠത്തിൻ്റെയും ബാക്കിൽ മീനിങ്സ് ഉണ്ട്. അതിൽ ഹിന്ദി ടു ഹിന്ദി മീനിങ്സ് കുട്ടികൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഇതുപോലെയുള്ള 1 മാർക്കിൻ്റെ ക്വസ്റ്റിന് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മുജെ ഫേങ്കോ മത് കിസെ, എന്നെ വലിച്ചെറിയരുത്, ആരെ? ആൻസർ ടൂട്ടെ പഹിയേക്കു, പൊട്ടിയ ചക്രത്തെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ടൂട്ടാ പഹിയ കിസ്ക പ്രതീക് ഹെ, പൊട്ടിയ ചക്രം എന്തിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ആൻസർ ലഘു മാനവുക. നാലാമത്തെ ക്വസ്റ്റ്യൻ, കവിതാംശിക ആശയ ലിഖി, ഈ കവിതയ്ക്കുള്ള ഒരു ആശയം. അപ്പോൾ നിങ്ങൾ ഈ പാഠത്തിന് ഒരു ആശയം എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ആശയം തന്നെയാണ് തന്നിട്ടുള്ള വരികൾക്കും ആശയമായിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. ആശയം എഴുതുമ്പോൾ നിങ്ങൾ ആദ്യം ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, പിന്നെ അതിൻ്റെ കണ്ടൻറ്റ് എഴുതുക, പിന്നെ നിങ്ങൾക്ക് മനസ്സിലായ രീതി അതിൻ്റെ ഒരു കൺക്ലൂഷൻ പോലെ കൊടുക്കുക. അപ്പോൾ ആദ്യം ഇൻട്രൊഡക്ഷൻ നോക്കാം. ധർമ്മവീർ ഭാരതി ദ്വാര ലിഖി ഗയി കവിത ഹെ ടൂട്ടാ പഹിയ, ധർമ്മവീർ ഭാരതി എഴുതിയ കവിതയാണ് ടൂട്ടാ പഹിയ. ഈസ് കവിതാമേ കവിനെ മഹാഭാരത യുദ്ധ കാ വർണ്ണൻ കിയാ ഹെ, ഈ കവിതയിൽ കവി മഹാഭാരത യുദ്ധത്തെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഇനി കണ്ടന്റിലേക്ക് കടക്കാം. ഇൻ പങ്ക്തിയോമേ കവി കഹിത്തേ ഹേ കി, തന്നിട്ടുള്ള വരികളിൽ കവി പറയുകയാണ്, രഥ് കാ ടൂട്ടാ ഹുവാ പഹിയ അനുപയോഗി ഹേ ഐസെ ജാൻകർ ഉസ്കി ഉപേക്ഷ നഹീ കർണേ ചാഹിയെ, പൊട്ടിയ ചക്രം ഉപയോഗശൂന്യമാണ് എന്നു കരുതി അതിനെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഭലേ ഹി വഹ് തുച്ഛ് ഹോ ലേക്കിൻ ബഹുത് ശക്തിശാലി ഹേ, കാണുമ്പോൾ ചിലപ്പോൾ അത് തുച്ഛമാണ്, ഒരു ഉപയോഗശൂന്യമാണ് എങ്കിലും അത് വളരെയധികം ശക്തിശാലിയായിരിക്കാം. ചക്രവ്യൂഹമേ ഗുസ്കർ യോദ്ധാവോം സെ സാമന കർണേ കെ ലിയെ അഭിമന്യു തയ്യാർ ഹോ ജാത്ത ഹേ, ചക്രവ്യൂഹത്തിനകത്ത് കടന്ന് യോദ്ധാക്കളോട് എതിരിട്ട് അഭിമന്യു യുദ്ധത്തിന് തയ്യാറായതുപോലെ ഉസ്കാ സാഹസ് ദേഖ് കർ സബ് ഹൈറാൻ ഹോ ജാത്തേ ഹേ, കവിത സരൾ ഔർ സ്പഷ്ട ഭാഷ മേ ലിഖി ഗയി ഹേ, അഭിമന്യുവിൻ്റെ സാഹസവും അതുപോലെ ധൈര്യവും ഒക്കെ ഈ കവിതയിലൂടെ വളരെ സരളമായും സ്പഷ്ട ഭാഷയിലുമാണ് എഴുതിയിട്ടുള്ളത്. കവി ബതാന ചാഹത്തെ ഹേ കി കോയി ബി ചീസ് ചോട്ടി യാ തുച്ഛ് ജാൻകർ ഉസെ ഫെങ്കിന ടീക്ക് നഹി ഹേ, കവി നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു വസ്തുവിനെ ചെറുത് അല്ലെങ്കിൽ തുച്ഛ് ജാൻകർ, ഉപയോഗമല്ലാത്ത പാഴ്വസ്തു എന്ന് കണ്ടിട്ട് ഒരിക്കലും അതിനെ എറിഞ്ഞു കളയരുത്. കുറച്ച് വരികളാണ് കേട്ടോ. അപ്പനെ പക്ഷിക്കോ അസത്യം മുതൽ ലോഹാലെ സക്താഹും വരെയുള്ള വരികൾ തന്നേക്കാണ്. കിസ്ക പക്ഷ് അസത്യ കാഹേ, ഇവിടെ ആരുടെ പക്ഷമാണ് അസത്യം? ആൻസർ ബഡേ ബഡേ മഹാരഥിയോം കാ, അതായത് കൗരവരുടെ അല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലോഹാലേന സെ താൽപര്യ, ലോഹാലേന എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ആൻസർ സാമന കർണ. ബഡേ ബഡേ മഹാരഥിയോം നെ അഭിമന്യു കെ സാത്ത് കൈസ വ്യവഹാർ കിയ, വലിയ വലിയ മഹായോദ്ധാക്കന്മാർ അഭിമന്യുവിൻ്റെ കൂടെ എന്ത് സ്വഭാവമാണ്, എന്താണ് കാണിച്ചത്? ആൻസർ അഖേലെ നിരായുധ അഭിമന്യു കോ ബ്രഹ്മാസ്ത്രം സെ കുചൽ ദിയ, ഒറ്റയ്ക്ക് നിരായുധനായിട്ട് നിൽക്കുന്ന അഭിമന്യുവിനെ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് ചവിട്ടിമെതിച്ചു. നാലാമത്തെ ക്വസ്റ്റ്യൻ, കവിതാംശിക ആശയലിഖി, വീണ്ടും വരികളുടെ ആശയം എഴുതാനാണ് കേട്ടോ. അടുത്തത് ഇതിഹാസോം കി മുതൽ ആശ്രയിലെ വരെയുള്ള വരികൾ തന്നിട്ടുണ്ട്. സഹി മിലാൻ കരേ, മാച്ച് ദ ഫോളോയിങ്സ് ആണ്. അതിൻ്റെ ടൂട്ട, അതുപോലെ അക്ഷയിണി, ദുരൂഹ്, ദുസ്സാഹസി. ഇവിടെ സേന, പഹിയ, അഭിമന്യു, ചക്രവ്യൂഹം. അപ്പോൾ ഇതിന് ഏതൊക്കെയായിരിക്കും മാച്ച്? നമുക്ക് ആൻസർ നോക്കാം. ടൂട്ട പഹിയ, അക്ഷൗഹിണി സേന, ദുരൂഹ് ചക്രവ്യൂഹ്, ദുസ്സാഹസി അഭിമന്യു.
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ പങ്ക്തിയോം സെ കവി ക്യാ ബതാന ചാഹത്തെ ഹെ, ഈ വരികളിലൂടെ കവി എന്താണ് പറയുന്നത്? ആൻസർ, ബദൽത്തി ഹുയി സാമൂഹിക് ഗതി അഗർ അചാനക് അധർമ്മ की ओर हो जाए तो उस समय सच्चाई टूटे पहिए के रूप में हमारे सामने आ जाता है. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇസ് കവിത കാ സന്ദേശ് ക്യാ ഹെ, എന്താണ് ഈ കവിതയുടെ മെസ്സേജ്? ആൻസർ, കിസി ഭി വസ്തു കോ തുച്ഛ സമജ് കർ ഫേങ്കന യാ ചോടന നഹീ ചാഹിയെ. 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കവിതയുടെ സന്ദേശം എന്താണ്? ആൻസർ, ഏതൊരു വസ്തുവിനെയും തുച്ഛമാണ് അഥവാ പാഴ്വസ്തു ആണ് എന്ന് കരുതി ഒരിക്കലും എറിഞ്ഞു കളയരുത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, അചാനക് ജൂട്ട് ഹോ ജാത്തേ സമയ് എന്ന് വരി കൊടുത്തിട്ടുണ്ട്. സമാൻ ആശയ വാലി പങ്ക്തിയാൻ ചുൻകർ ലിഖേ. അചാനക് ജൂട്ട് ഹോ ജാത്തേ സമയ്, പെട്ടെന്ന് അതൊരു നുണയായി മാറിയപ്പോൾ എന്ന് വരുന്ന ആശയം വരുന്ന വരി എടുത്ത് എഴുതിയാൽ മതി. ആൻസർ, സഹ്സ ജൂട്ടി പട് ജാനെ പർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, കവിതാംശിക ആശയ ലിഖേ, തന്നിട്ടുള്ള ആ വരികളുടെ ആശയം എഴുതാനാണ്. അപ്പോൾ ആശയം എഴുതാൻ നമ്മൾ ഒരു ആശയം പഠിച്ചാൽ നമുക്ക് ഏത് വരിക്കും അതിൻ്റെ ആശയം എഴുതാൻ കഴിയും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, അയാം കലാം കെ ബഹാനെ എന്ന ഫിലിമിലത്തെ ചോദ്യങ്ങളാണ്. ഒരു പാസേജ് തന്നിട്ടുണ്ട്. ഉസ്കാ സ്കൂൾ കോ ലേക്കർ പ്രേം ഇത്തന ഗഹരാ था कि रविवार की छुट्टी का दिन उसके लिए हफ्ते का सबसे बुरा दिन हुआ करता. പാഠത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ്. ഉസ്കാ സ്കൂൾ കോ ലേക്കർ, അവന് സ്കൂളിനോട് വളരെയധികം സ്നേഹമാണ്. അവന് രവിവാർ കി ചുട്ടി കാ ദിൻ, ഞായറാഴ്ച അവധി ദിനമാകുമ്പോൾ അവന് ആ ആഴ്ചയിലെ ഏറ്റവും പൊട്ട ദിവസമാണ് ഞായറാഴ്ച. മേ സ്കൂൾ കി നീലി കാക്കി യൂണിഫോം സെ ഹമേശ ചിടാ കർത്ത, ഞാൻ സ്കൂളിലെ നീലയും കാക്കിയും നിറമുള്ള യൂണിഫോം ഞാൻ വെറുത്തു പോയിരുന്നു. അത് പഹന്ന ഹമേശ ടാലാ കർത്ത, ഞാനത് ധരിക്കാൻ ഞാൻ അവോയ്ഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, സ്കൂൾ ജാന പസന്ത് താ കിസ്കോ, സ്കൂളിൽ പോകാൻ ഇഷ്ടമുണ്ട് ആർക്ക്? ആൻസർ, മോർ പാൽക്കോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രവിവാർ കി ചുട്ടി കാ ദിൻ ബുരാ ദിൻ താ കിസ്കോ, ഞായറാഴ്ച അവധി കിട്ടുന്ന ദിവസം അവന് പൊട്ട ദിവസമാണ്. കിസ്കോ, ആർക്കാണ്? മോർ പാൽക്കോ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്കൂൾ കി യൂണിഫോം സെ ഹമേശ കോൺ ചിടാ കർത്താ താ, സ്കൂൾ യൂണിഫോമിനെ വെറുത്തിരുന്നത് ആര്? ആൻസർ, മിഹിർ. നാലാമത്തെ ക്വസ്റ്റ്യൻ, മോർപാൽ ഹമേശ യൂണിഫോം പഹൻതാ താ ക്യോം, മോർപാൽ എപ്പോഴും യൂണിഫോമാണ് ധരിച്ചിരുന്നത്, എന്തുകൊണ്ട്? ആൻസർ, ഗരീബി കെ കാരൻ, ദാരിദ്ര്യം കാരണം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, സഹി വാക്യ ചുൻകർ ലിഖേ, കുറച്ച് ആ മുതൽ ഊ വരെയുള്ള കുറച്ച് സെൻറ്റൻസ്, അതായത് 1, 2, 3, 4, 5, 6 സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിലെ ശരിയായ സെൻറ്റൻസ് എടുത്തെഴുതുക. അപ്പോൾ നമുക്ക് നോക്കാം. 1, മോർപാൽ സ്കൂൾ ജാനേമേ രോയ കർത്താത, മോർപാൽ സ്കൂളിൽ പോകുമ്പോൾ കരയാറുണ്ട്, അത് തെറ്റാണ് അല്ലേ. മിഹിർ ബാരിഷ് കെ ദിനോമേ ചുട്ടി ഹോനെ പർ നാച്ചാ കർത്താ താ, മിഹിർ മഴ പെയ്യുമ്പോൾ അവധി കിട്ടുമ്പോൾ ഡാൻസ് കളിക്കാറുണ്ട്, അത് കറക്റ്റാണ്, ശരിയാണ്. 3, മിഹിർ കോ ചുട്ടി കാ ദിൻ സബ്സെ ബുരാ ദിൻ താ, മിഹിറിന് അവധി ദിവസം പൊട്ട ദിവസമാണെന്ന്, അത് തെറ്റാണ്. മോർപാൽ ഹമേശ നീലി കാക്കി യൂണിഫോം പഹൻതാ താ, മോർപാൽ എപ്പോഴും നീലയും ഖാക്കിയും നിറമുള്ള യൂണിഫോമാണ് ധരിച്ചിരുന്നത്. അടുത്തത്, മിഹിർ യൂണിഫോം സെ ചിടാ കർത്താ താ, മിഹിർ യൂണിഫോമിനെ വെറുത്തിരുന്നു, അത് ശരിയാണ്. അടുത്തത് ലാസ്റ്റത്തെ, മോർപാൽ സ്കൂൾ കെ രാസ്തേമേ പാനി ബർ ജാനെ സെ നാച്ചാ കർത്താ, മോർപാൽ സ്കൂളിലെ വഴിയിൽ വെള്ളം നിറയുമ്പോൾ ഡാൻസ് കളിക്കുമായിരുന്നു, അത് തെറ്റാണ് അല്ലേ. ഇനി ആറാമത്തെ, വാക്യ പിരമിഡ് തയ്യാർ കരെ, വാക്യ പിരമിഡാണ്. ബ്രാക്കറ്റിൽ ബച്ചുപ്പൻ അപ്ന, ഈ 2 ബ്രാക്കറ്റിൽ കൊടുത്ത വാക്കുകൾ ഉപയോഗിച്ചിട്ട് വേണം നമ്മളത് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ ഒന്നാമത്തെ കൊടുത്തിട്ടുള്ളത് യാദായ, രണ്ടാമത്തത് ബഹുത്ത് യാദായ. അപ്പോൾ മൂന്നാമത്തെ എന്തായിരിക്കും? ബച്ചുപ്പൻ ബഹുത്ത് യാദായ, അപ്ന ബച്ചുപ്പൻ ബഹുത്ത് യാദായ. അപ്പോൾ അതാണ് വരിക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, അയാം കലാം കെ ബഹാനെ ഫിൽമി ലേഖക അംശ പഠേ ഔർ നീച്ചെ ദിയെ പ്രശ്നം കെ ഉത്തർ ലേഖേ. അയാം കലാം എന്ന പാഠത്തിലെ നമ്മുടെ കലാമും പിന്നെ റൺവിജയും തമ്മിലുള്ള ആ ഭാഗത്ത് നിന്ന് ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്. പാസേജ് വായിക്കുന്നില്ല, ക്വസ്റ്റ്യൻസ് നോക്കാം. അയാം കലാം ഫിലിം കാ നായക് കോൻ ഹെ, അയാം കലാം എന്ന സിനിമയുടെ നായകൻ ആരാണ്? ആൻസർ, ചോട്ടു ഉർഫ് കലാം, ചോട്ടു എന്ന കലാം. 2, ഫിലിം മേ
കാം കർത്താ ഹെ. ഈ ഫിലിമിൽ കലാം ക്യാ കാം കർത്താ ഹെ, എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ആൻസർ കലാം ചായ് കി ദുക്കാൻ മേ കാം കർത്താ ഹെ. കലാം ചായക്കടയിലാണ് പണിയെടുക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കോൺ സ്കൂൾ ജാന പസന്ത് നെഹീ കർത്താ ഥാ. ആരാണ് സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ലാത്തത്? ആർക്കാണ് സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ലാത്തത്? ആൻസർ രൺവിജയ്. കലാം കാ സപ്ന ക്യാ ഥാ. കലാമിൻ്റെ സ്വപ്നം എന്തായിരുന്നു? ആൻസർ കലാം കാ സപ്ന ഥാ സ്കൂൾ ജാന, സ്കൂളിൽ പോവുക. ഔർ ടിവി മേ ദേഖെ ലംബെ ബാലോം വാലെ രാഷ്ട്രപതി കലാം സാ ബന്ന. ടി വിയിൽ കണ്ട നീളമുടിയുള്ള രാഷ്ട്രപതി കലാമിനെ പോലെ ആവുക എന്നതാണ് കലാമിൻ്റെ സ്വപ്നം. വീണ്ടും വാക്യ പിരമിഡാണ്. ചായ് കി ദുക്കാൻ എന്നും ചായ് കി ദുഖാൻ മേം എന്നും നായക് എന്നുമുള്ള രണ്ട് വാക്കുകൾ തന്നിട്ടുണ്ട്. കാം കർത്താ ഹേ, കലാം കാം കർത്താ ഹേ. അപ്പോൾ മൂന്നാമത്തെ എന്താ വരിക? നമ്മുടെ ആൻസർ നോക്കാം. കലാം ചായ് കി ദുക്കാൻ മേ കാം കർത്താ ഹേ, നായക് കലാം ചായ് കി ദുക്കാൻ മേ കാം കർത്താ ഹേ. ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ആറാമത്തെ, സ്കൂൾ മേ ആയി അയാം കലാം ഫിലിം കാ പ്രദർശൻ ഹോനെ വാലാ ഹേ, ഇസ്കെ ലിയെ ഏക് പോസ്റ്റർ തയ്യാർ കരേ. നിങ്ങളുടെ സ്കൂളിൽ അയാം കലാം എന്ന സിനിമ പ്രദർശിപ്പിക്കുകയാണ്, അതിനുവേണ്ടി ഒരു പോസ്റ്ററാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കാം. അയാം കലാം പ്രദർശിനി, അയാം കലാം പ്രദർശിനി എന്ന് പറഞ്ഞാൽ ഫിലിം ഷോ. നീൽ മാധവ് പാണ്ഡ, ഡയറക്ടറുടെ പേര് നീൽ മാധവ് പാണ്ഡ. അഗസ്റ്റ് 8 താരീഖ് കോ സുബഹ് 11 ബജെ, ഓഗസ്റ്റ് 8 രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സബ്കാ സ്വാഗത്, എല്ലാവർക്കും സ്വാഗതം. ആയേ മസ ലൂട്ടെ, വരൂ കാണൂ. ഹിന്ദി മഞ്ച്, ലാസ്റ്റ് ഹിന്ദി മഞ്ച്. ഇനി ഗദ്यांश के आधार पर प्रश्नों के उत्तर लिखे. വീണ്ടും ഒരു പാസേജ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് നോക്കാം. കിസ്കാ സ്കൂൾ 8വീं के बाद छूट जाता है. ആരുടെ സ്കൂളാണ് 8ാം ക്ലാസ്സിന് ശേഷം അവസാനിപ്പിക്കുന്നത്? ആൻസർ മോർപാലിൻ്റെ. മോർപാൽ 8ാം ക്ലാസ്സിന് ശേഷം പിന്നെ പഠിച്ചിട്ടില്ല, പഠിപ്പ് നിർത്തി. കിസ്കെ പിതാ ഗേത്ത് മസ്ബൂരി കർത്തെ ഹെ. ആരുടെ അച്ഛനാണ് വയലിൽ പണിയെടുക്കുന്നത്? ആൻസർ മോർപാലിൻ്റെ. ലേഖക് അപ്പനെ ബച്പൻ ഔർ ഫിലിം കലാം കെ പത്ര കെ ബച്പൻ മേ ക്യാ അന്തർ ബതാത്തെ ഹെ. ലേഖകൻ തൻ്റെ കുട്ടിക്കാലവും അതുപോലെ സിനിമയിലെ കലാം എന്ന കഥാപാത്രത്തിൻ്റെ കുട്ടിക്കാലവും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്? അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കാം കേട്ടോ. അതായത് ഫിലിമിലെ കലാമും പിന്നെ പാഠത്തിലെ ലേഖകൻ്റെ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം. ആൻസർ ഫിലിം കലാം മേ കലാം ദില്ലി പഹുഞ്ചതാ ഹെ. സിനിമയിൽ കലാം ദില്ലിയിലെത്തുന്നു. അവർ അപ്പനി പസന്ത് കെ സ്കൂൾ മേ പഠിത്താ ഹെ. തൻ്റെ ആഗ്രഹം പോലെ താൻ ഇഷ്ടപ്പെട്ട സ്കൂളിൽ പഠിക്കുന്നു. ലേക്കിൻ ലേഖക് കെ ദോസ്ത്, പക്ഷേ ലേഖകൻ്റെ കൂട്ടുകാരൻ മോർപാൽ കാ ജീവൻ ഐസാ നഹി ഹെ. മോർപാലിൻ്റെ ജീവിതം അങ്ങനെയൊന്നും ആയില്ല. ഉസ്കാ സ്കൂൾ 8വീं के बाद छूट जाता है. അവൻ്റെ സ്കൂൾ ലൈഫ് 8ാം ക്ലാസ്സിന് ശേഷം അവസാനിക്കുന്നു. और वह अपने पिता की तरह गेत मजबूरी करने लगता है. അവൻ അവൻ്റെ അച്ഛനെ പോലെ വയലിൽ പണിയെടുക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഇതാണ് സിനിമയും ജീവിതവും തമ്മിലുള്ള വ്യത്യാസം. വീണ്ടും ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് നോക്കാം. വലിയൊരു പാസേജാണ്. അവിടെ ക്വസ്റ്റ്യൻ, छोटू ने गुद को छोटू के बजाय किस नाम से पुकारा और इस नाम में उसकी क्या आकांक्षाएं में. ചോട്ടു സ്വയം അവൻ്റെ പേര് മാറ്റി. അവൻ പേര് മാറ്റിയിട്ട് കലാം എന്നിട്ടു. അത് അവൻ സ്വയം ഇട്ട പേരാണ് അല്ലേ, വേറെ ആരും ഇട്ടതല്ല, അവൻ സ്വയം ഇട്ട പേരാണ്. എന്താണ് അതിൽ നിന്ന് അവൻ്റെ ആകാംക്ഷകൾ എന്തൊക്കെയാണ്? ആൻസർ ചോട്ടൂനെ ഗുദ് കോ ചോട്ടു കെ ബജായ് കലാം നാം സെ പുക്കാര. ചോട്ടു സ്വയം ചോട്ടുവിന് പകരം കലാം എന്ന പേര് വിളിച്ചു. ഇസ് നാം മേ ഉസ്കി ബഡി ആകാംക്ഷയും ഔർ സപ്നെ ചിപ്പേ ഹെ. ആ പേരിലൂടെ അവൻ്റെ ഏറ്റവും വലിയ ആകാംക്ഷകളും സ്വപ്നങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. വ സിർഫ് ഏക് ഛോട്ടാ ബച്ചാ ബൻകർ നഹീ രഹന ചാഹത്ത. അവനൊരു കുട്ടിയായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ബാലിക് അപ്നി പഹ്ചാൻ ബനാനെ ഔർ കുഷ് ബഡാ കർണേക്ക് ആശ രക്ത. അവന് വലുതായി കുറച്ച് കാര്യങ്ങളൊക്കെ നേടണമെന്ന ആശയുണ്ട്. യഹ് നാം ഉസ്കെ ഇൻ സപ്നം ഔർ ആകാംക്ഷാവും കോ ദർശാത്ത ഹെ. ആ ഒരു പേര് അവൻ്റെ സ്വപ്നത്തിൻ്റെയും ആകാംക്ഷകളുടെയും ആ പേരിലുണ്ട്. അടുത്തത്, ഈസ് പ്രസംഗിക്ക് ആധാർ പർ കലാം കെ ഉസ് ദിൻ കി ഡയറി എഴുതാനാണ്.
ഇവിടെ ഡേറ്റ് എഴുതുക, ഡേറ്റും ഡേയും കൊടുത്തിട്ടുണ്ട്. ആജ് കാ ദിൻ മേരെ ലിയേ ബഹുത്ത് കഠിൻ താ. ഇന്നത്തെ ദിവസം എനിക്ക് വളരെ കഠിനമായ ദിവസമായിരുന്നു. മുജ് പർ ചോരി കാ ജൂട്ട് ആരോപ് ലഗ. എനിക്ക് എന്നെ കള്ളൻ എന്ന ഒരു ആരോപണം ഉണ്ടായി. ലേക്കിൻ മേ ജാൻതാ ഹും കി മേംനെ കുച്ച് ഗലത് നഹീം കിയാ ഹൈ. പക്ഷേ എനിക്കറിയാം ഞാനൊന്നും തെറ്റായിട്ട് ചെയ്തിട്ടില്ല. മേ ചോട്ടു നഹീം കലാം ഹും. ഞാൻ ചോട്ടുവല്ല, കലാമാണ്. മേരെ അന്തർ ഇത്തിനി താക്കത്ത് ഹേ കി മേ ഇൻ മുഷ്കിലോം കാ സാമന കർ സകും. എനിക്ക് ധൈര്യമുണ്ട്, എനിക്ക് ശക്തിയുണ്ട്, ഞാൻ ഈ പ്രശ്നങ്ങളെല്ലാം നേരിടും. മുझे अपने सपनों को पूरा करने के लिए സംഘർഷ് करना होगा. എനിക്ക് എൻ്റെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഞാൻ നേരിടേണ്ടി വരും. और मैं कभी हार नहीं मानूंगा. ഞാൻ ഒരിക്കലും തോൽക്കുകയില്ല. അടുത്തത് അയാം കലാം കെ ബഹാനെ എന്ന പാഠഭാഗത്തിലെ 1 മുതൽ ഒരു പാസേജ് കൊടുത്തിട്ട് 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ഇതാണ് പാസേജ്. അത് മോർപാലിൻ്റെയും മിഹിറിൻ്റെയും ആ ഭാഗത്തു നിന്നുള്ള പാസേജാണ്. ക്വസ്റ്റ്യൻ നോക്കാം. എ കിസ്ക കഥൻ ഹേ. ആൻസർ മിഹിർ ക. 2 രാജ്മ ചാവൽ കിസ്കോ പസന്ത് ഹേ. ആർക്കാണ് രാജ്മയും ചാവലും ഇഷ്ടം? മോർപാൽക്കും. ഉസ്കെ മേ നിഹിത് സർവനാം കോൺസാ ഹേ. ആൻസർ വഹ്. വിശേഷൺ ശബ്ദ ചുൻകർ ലിഖിയെ. ബ്രാക്കറ്റിൽ ചാച്ചി, കംസൂരി, ബഡാസ, സൗദ. ഈ 4 വാക്കുകളിൽ വിശേഷൺ ശബ്ദ അഡ്ജക്റ്റീവ് ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ആൻസർ ബഡാസ. അടുത്തത് അദല ബദലിക്ക മത്ലബ് ക്യാ ഹേ. അദല ബദലി എന്നതിൻ്റെ അർത്ഥം എന്ത്? ആൻസർ ലേൻ ദേൻ. पहली बार मिहिर के डिब्बे से राजमा गाने के बाद मोरपाल घर जाकर माम से बातें करता है. माम और मोरपाल के बीच की വാർത്താലാപ ലിഖിയെ. അത് മോർപ്പാൽ വീട്ടിൽ പോയിട്ട് രാജ്മ കണ്ട മോർപ്പാൽ വീട്ടിൽ പോയിട്ട് അതിനെക്കുറിച്ച് പറയാണ്. മോർപ്പാൽ പറയുന്നു, മാം മേ ആജ് ബഹുത്ത് ഖുഷ് ഹൂം. ഞാൻ ഇന്ന് വളരെ ഹാപ്പിയാണ്. മാം ക്യാ ബാത് ഹേ ബേട്ട. എന്താണ് മോനെ വിശേഷം? മോർപ്പാൽ ആജ് മേംനെ പഹലി ബാർ രാജ്മ ചാവൽ ഗായ. ഇന്ന് ഞാൻ ആദ്യമായിട്ട് രാജ്മയും ചാവലും കഴിച്ചു. മാം അരെ വാ കഹാം സേ മില. അരെ വാ, ഇത് എവിടുന്ന് കിട്ടി? മോർപ്പാൽ മേരാ മിത്ര മിഹിർ ലായതാ മാം. എൻ്റെ ഫ്രണ്ട് മിഹിർ കൊണ്ടുവന്നു അമ്മേ. മാം തുമേ അച്ചാ ലഗ. നിനക്ക് ഇഷ്ടപ്പെട്ടോ? മോർപ്പാൽ ഹാം ബഹുത്ത് ബടിയാതാ മാം. ആ വളരെ നല്ലതാണ്. മാം തുമ്നെ ഉസ്കോ ചാച്ച് ദിയാ. നീ അവന് മോര് കൊടുത്തോ? മോർപ്പാൽ ഹാം ചാച്ചു തോ ഉസ്കി കംസോരി ഹേ. ചാച്ച അവൻ്റെ വീക്ക്നെസ് ആണ്. മാം ബഹുത്ത് അച്ചാ കിയ ബേട്ട. നല്ല കാര്യമാണ് മോനെ ചെയ്തത്. ഇനി അടുത്തത് അയാം കലാം കെ ബഹാനെ ഫിൽമി ലേഖക രചനാക്കാർ കോൻ ഹേ. അയാം കലാം കെ ബഹാനെ എന്ന ഫിൽമി ലേഖിൻ്റെ ലേഖകൻ ആരാണ്? ആൻസർ മിഹിർ പാണ്ഡെ. ബാച്ചെ ഗിൽ ജാന കാ മത്ലബ് ക്യാ ഹേ? പ്രസന്ന ഹോന. മിഹിർ ഗാനെ കെ ലിയെ ക്യാ ലാത്താ താ. മിഹിർ കഴിക്കുന്നതിന് വേണ്ടി എന്താണ് കൊണ്ടുവരാറ്? ആൻസർ രാജ്മ ചാവൽ. മോർപ്പാൽ കൈസി സ്കൂൾ ജാത്താ താ. മോർപ്പാൽ എങ്ങനെയാണ് സ്കൂളിലേക്ക് പോകുന്നത്? ആൻസർ സൈക്കിൾ സേ. മേ സ്കൂൾ ജാനെ മേ രോയ കർത്താ കോൻ. ഞാൻ സ്കൂളിൽ പോകാൻ കരയാറുണ്ട്. ആര്? ആൻസർ മിഹിർ. അയാം കലാം ഫിലിം കാ നിർദ്ദേശക് കോൻ ഹേ. ഡയറക്ടർ ആരാണ്? ആൻസർ നീൽമാധവ് പാണ്ഡ. അടുത്തത് അയാം കലാം ഫിലിം കാ നായക് കോൻ ഹേ. ഫിലിമിലെ നായകൻ ആര്? ചോട്ടു. ചോട്ടു കഹാം കാം കർത്താ താ. ചോട്ടു എവിടെയാണ് ജോലി ചെയ്യുന്നത്? ചായ് കി ദുക്കാൻ മേ. ഹം നാം ശബ്ദ കാ മത്ലബ് ക്യാ ഹേ? ഹം നാം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ആൻസർ സമാൻ നാം വാല. കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമ്മൾ 2 ചാപ്റ്ററിലെ മാക്സിമം ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ഏതെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇടാം. അപ്പോൾ അതിൻ്റെ മാത്രമായിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ പാഠത്തിലൊക്കെ വീഡിയോസ് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കൂട്ടുകാർ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക. വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള വീഡിയോസ്, വളരെ വിശദമായിട്ടുള്ള നോട്ട്സുകളുണ്ട്. മിഹിറും മോർപ്പാലും തമ്മിലുള്ള കോൺവെർസേഷൻ, മോർപ്പാലിൻ്റെ ഡയറി, മോർപ്പാൽ കലാമിന് എഴുതുന്ന കത്ത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ, അതുപോലെ ടിപ്പണി, മിഹിറും മോർപ്പാലും തമ്മിലുള്ള ദോസ്തിയുടെ ടിപ്പണിയൊക്കെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ആ വീഡിയോസ് കാണാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടും വീണ്ടും വരാം. ബൈ ബൈ.